ഹായ് ഓൾ, ഇന്നൊരു പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൂന്തൽ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്, അതായത് കണവ. ആദ്യം നമുക്കിത് വെട്ടി വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ മീൻ ജസ്റ്റ് ഒന്ന് ഒത്തിരി മുറുക്കെ പിടിക്കാതെ അതിൻ്റെ തലഭാഗത്തൊന്ന് പിടിച്ചിട്ടൊന്ന് വലിച്ചാൽ മതി. ഒത്തിരി ടൈറ്റായിട്ട് പിടിച്ച് വലിക്കല്ല. അതിനകത്തൊരു മഷിയുണ്ട്, ഒരു കട്ട് പോലെ സാധനമുണ്ട്, പൊട്ടാതെ വേണം എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കണ്ടോ ഒരു ബാക്ക് ബോൺ പോലത്തെ ഒരു മുള്ളുണ്ട്, ആ മുള്ള് അങ്ങ് വലിച്ചെടുക്കുക. ആ ഒറ്റ മുള്ളേ ഉള്ളൂ അതിൻ്റെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി അങ്ങ് മൊത്തം അങ്ങ് ക്ലീൻ ചെയ്തെടുക്കണം. മൊത്തം അത് ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങ് വലിച്ച് മൊത്തം തൊലിയും കളയണം. മൊത്തം തൊലിയും കളയുക. ഈ തൊലി കളയുന്നതാണ് ചെറിയൊരു പാടായിട്ടുള്ളൊരു കാര്യം. ഇത് ചെറിയ കണവയാണ് കിട്ടിയേക്കുന്നത്, വലിയ കണവയല്ല. തൊലി മൊത്തം അങ്ങ് കളയുക, വൃത്തിയായി കളയുക. ഇത് 1/2 കിലോ കണവേ ഉള്ളൂ, കണ്ടോ. അതുപോലെ എന്നിട്ട് ആ തലയുടെ ഭാഗത്ത് കണ്ടോ, ചില ആൾക്കാർ ഈ തലയുടെ മണ്ടയ്ക്കത്തെ ആ കണ്ണിൻ്റെ മണ്ടയ്ക്കുള്ളത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ മണ്ടയ്ക്ക് ആ തൊപ്പി പോലിരിക്കുന്നത് അതും ആൾക്കാർ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനകത്ത് ഇടുന്നുണ്ട്. അതിൻ്റെ തൊലി ഇതുപോലെ തന്നെ മീനിൻ്റെ തൊലി പറിച്ച് കളഞ്ഞ പോലെ തന്നെ ആ തലയുടെ അവിടുത്തെ ആ തൊലിയും അങ്ങ് പറിച്ച് കളഞ്ഞാൽ മതി. എന്നിട്ട് അതും കണ്ടിച്ചിടുന്നവരുണ്ട്. ഞാനത് ഏതായാലും വേസ്റ്റിനകത്ത് തന്നെ ഇട്ടു, ഞാൻ എടുക്കുന്നില്ല. കണ്ടോ, മീൻ ജസ്റ്റ് ഒത്തിരി മുറുക്കെ പിടിക്കാതെ തലയുടെ ഭാഗത്ത് നിന്ന് അങ്ങ് വലിക്കുക. വലിച്ച് കഴിയുമ്പോഴത്തേനകത്ത് കട്ടും മഷിയും പൊട്ടാതെ അങ്ങ് നോക്കിയാൽ മതി. എന്നിട്ട് മീൻ ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് കണ്ടോ, അതിൻ്റെ മണ്ടയ്ക്കൊരു ചെറിയൊരു മുള്ള് പോലുണ്ട്, അതതിൻ്റെ ഒരു ബാക്ക് ബോണാണ്. കണ്ടോ, നട്ടല്ല, കണ്ടോ, അതങ്ങ് വലിച്ചെടുക്കുക. കണ്ടോ, അതാണ് വലിച്ചെടുക്കുക. എന്നിട്ട് കണ്ടോ അങ്ങനെ വലിച്ചെടുക്കണ്ട. അവിടുത്തെ അതിന് മണ്ടഭാഗത്ത് ഇങ്ങനെ തട്ട് നോക്കുമ്പോൾ കാണാം, കണ്ടോ, ഒറ്റ വലി വലിച്ചാൽ മതി. ആദ്യം കൂരിപ്പോരും. അത് കഴിഞ്ഞിട്ട് തൊലി അങ്ങ് ഓരോന്നോരോന്ന് പറിക്കണം. ഈ തൊലി പറിക്കുന്നതാണ് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. മറ്റുള്ള മീനിന്ന് പോലെ ചെകളയും ഇതും പറിച്ചെടുക്കുന്ന പോലെ അല്ല ഇത്. പെട്ടെന്ന് ഇച്ചിരി പാടുണ്ട്, ക്ഷമയോടെ പറിച്ചെടുക്കണം. അതുകൊണ്ടോ അത്ര ഞാൻ മൊത്തം പറിച്ചെടുത്ത് വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തു. അത് അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി എടുത്തിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്യാനാണ്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. എല്ലാ മീനും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ടു, ഇച്ചിരി കുരുമുളക് പൊടി, ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ടു. എന്നിട്ട് ഞാനൊരു 2 ചെറിയ ടീസ്പൂണിൻ്റെ അരിപ്പൊടി ചേർക്കുന്നുണ്ട്, ഇച്ചിരി ഒരു ക്രിസ്പി ആകാൻ വേണ്ടി അങ്ങനെ ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്തു. ഇച്ചിരി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടാൽ മതി. ഉപ്പ് കൂടിപ്പോയാൽ നമ്മുടെ ആ ഫ്രൈക്ക് രുചിയില്ലാതാവും. ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതൊരു 1/2 മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കണേ. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മതി. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്, ഒന്ന് സെറ്റാകാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ഫ്രൈ പാൻ എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് ഞാൻ ഓയിലൊഴിച്ചു. ഓയിലൊഴിച്ചിട്ട് ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇടണേ. കാരണം ഇത് എണ്ണ തിളച്ച് കഴിഞ്ഞിട്ട് ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് ഒട്ടിപ്പോകത്ത പോലെ എല്ലാം കൂടെ ഒന്നിച്ചിടല്ലേ. അത് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് അങ്ങോട്ടും കുഴയ്ക്കുമ്പോൾ എല്ലാം കുഴഞ്ഞിരിക്കും, കണ്ടോ. അപ്പം ഓരോന്നായിട്ട് ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് തൊടാതെ ഇടാൻ വേണ്ടി ശ്രമിക്കണം, കണ്ടോ. അങ്ങനെ ഇടുക. ഒന്നിൻ്റെ മണ്ടയ്ക്ക് കണ്ടോ, ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് തൊടാതെ. അപ്പം നമുക്ക് നല്ലതായിട്ട് അത് മൂത്ത് വരും, കണ്ടോ. നല്ലതായിട്ട് മൂത്ത് വരാൻ നേരം ഇത് പെട്ടെന്ന് ഓരോന്നോരോന്നായിട്ട് തന്നെ തിരിച്ചിടുകയും വേണം. ഇത് ലോ ഫ്ലെയിമിലേ വെക്കാവേ, ഏറ്റവും കുറച്ചേ ഇത് വെക്കാവൂ. പതുക്കെ ഇരുന്ന് മൂക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും, കണ്ടോ. ഇതുപോലെ പതുക്കെ ഇരുന്ന് മൂക്കട്ടെ. ഒരേറ്റൂടെ വെക്കാറുണ്ട്. എൻ്റെ പാന് ചെറുതായതുകൊണ്ട് ഒന്നുകൂടെ ഒരു ട്രിപ്പ് കൂടെ ഇടേണ്ടതായിട്ടുണ്ട്. എന്നിട്ടത് 1 സൈഡ് മൂത്ത് കഴിയുമ്പം അത് നേരെ തിരിച്ചിടുക. ഏകദേശം മൂത്ത് കഴിയുമ്പം അത് നേരെ ഒരു തവി വെച്ച് തിരിച്ചിടുക, കണ്ടോ. 2 സൈഡ് ഒരുപോലെ തന്നെ മൂത്ത് വരണം. എല്ലാം ഇതുപോലെ തന്നെ മൂത്തിടുക, തിരിച്ചിടുക.
വേറൊരു ചെറിയൊരു സ്പൂണും കൊണ്ടും കൂടെ ഞാനൊരു സഹായത്തിന് ചെയ്തു ഇത് തിരിച്ചിടാൻ വേണ്ടി. കണ്ടോ, ഇതുപോലെ തിരിച്ചിടുക. അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ തന്നെ നല്ലതായിട്ട് ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ക്രിസ്പി ആകാൻ വേണ്ടി ഈ അരിപ്പൊടി കിട്ടുന്നത് കേട്ടോ. അരിപ്പൊടി ഇടുമ്പോൾ ഇതിന് വേറെ ടേസ്റ്റ് തന്നെയാണ്. ഏകദേശം ഇത് മൂത്ത് വരാറായിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലേ വെക്കാവൂ. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് മൂത്തോട്ട്, അല്ലെ കരിഞ്ഞു പോവും. ഏകദേശം അത് നമുക്ക് ആദ്യത്തെ ട്രിപ്പ് എടുക്കാറായിട്ടുണ്ട്. ഏകദേശം അത് മൂത്ത് കഴിഞ്ഞു. ഇപ്പം ഞാനൊരു പാത്രത്തിലോട്ട് ആദ്യത്തെ ട്രിപ്പിംഗ് എടുക്കുക. ആദ്യത്തെ ട്രിപ്പിംഗ് വാരി എടുക്കുവാണ്. ഒരേറ്റം ഇടാൻ വേണ്ടി ഉണ്ടായിരുന്നു, അതുകൂടെ ഞാനങ്ങ് അതുപോലെ തന്നെ ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് തൊടാതെ ഓരോന്നോരോന്നിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടുകയാണ്. ഇതുപോലെ കിട്ടാൽ മതി. മൊത്തം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്നായിട്ട് കുഴഞ്ഞിരിക്കും. എല്ലാം കൂടെ നമുക്ക് ഇളക്കിയെടുക്കാനൊന്നും തിരിച്ചിടാനൊന്നും പറ്റാത്ത പരിവാകും. ഇതുപോലെ കിട്ടാൽ മതി. എന്നിട്ട് നല്ലതായിട്ട് മൂത്ത് വൺ സൈഡ് മൂത്ത് വരാൻ നേരം അത് നേരെ മറ്റേതുപോലെ തന്നെ തിരിച്ചിടുക. ഉണ്ടോ, ഇതിപ്പോൾ ഏകദേശം വൺ സൈഡ് മൂത്ത് വരാറായിട്ടുണ്ട്. ഉണ്ടോ, ഇതുപോലെ മൂത്തിട്ട് അത് നേരെ തിരിച്ചിടുക. ഇച്ചിരി വെളിച്ചെണ്ണയുടെ കുറവുണ്ടായിരുന്നു, ആ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു ഫ്രൈ ആകാൻ വേണ്ടി. എന്നിട്ടത് ഓരോന്നോരോന്നായിട്ട് തന്നെ അത് തിരിച്ചിടണം. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, മറ്റേ സൈഡും അതുപോലെ തന്നെ മൂത്ത് വരാൻ വേണ്ടി തിരിച്ചിടുക. വലിയ മീൻ പോലെ അല്ല ഇത്, ചെറുതായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ കൊഞ്ച് പോലെ തിരിച്ചിടുന്നതിനകത്ത് ചില ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ കയ്യെ വെളിച്ചെണ്ണ തെറിക്കാതെ പതുക്കെ ഇങ്ങനെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. ഞാൻ സ്പൂണും എടുത്തിട്ടാണ് തിരിച്ചിട്ടൊന്നും ഒരു തവിയും കൊണ്ട് തന്നെ പരിപാടി നടക്കുന്നില്ല. തീ ലോ ഫ്ലെയിമിലേ വെക്കാവൂ, അല്ലെ കരിഞ്ഞു പോവും. കണ്ടോ, വൺ സൈഡ് അപ്പം നല്ലതായിട്ട് തന്നെ ക്രിസ്പി ആയി തന്നെ അത് ഫ്രൈ ആയിട്ടുണ്ട്. മറ്റേ സൈഡിലൂടെ ഫ്രൈ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് എടുക്കാറാവും. ഇപ്പം ഏകദേശം അത് ഫ്രൈ ആയി ഏകദേശം വന്നിട്ടുണ്ട്. ഉണ്ടോ, എല്ലാം നല്ലതായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞു പോകാതെ നോക്കിക്കോണം. ഉണ്ടോ, ഫ്രൈ ആയി വരുന്ന സമയത്ത് തന്നെ നല്ലതായിട്ട് തന്നെ മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് ഇതങ്ങ് മാറ്റാം. ഇത് നമുക്കങ്ങ് എടുക്കാം. കണ്ടോ, ഏകദേശം എല്ലാം നല്ലതായിട്ട് തന്നെ രണ്ട് സൈഡും ഫ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇതങ്ങ് കോരാം. പ്ലേറ്റിലോട്ട് ഇതങ്ങ് കോരിയെടുക്കുവാണ്. അതൊന്ന് കോരിയെടുക്കുക. കണ്ടോ, ഇതിപ്പോൾ വലിയൊരു പാനായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പായിട്ട് തന്നെ ഇട്ട് വെക്കാനുള്ളത്. ചെറിയ പാനായതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയത്. കണ്ടോ, ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് നമ്മുടെ ഈ ടിഷ്യൂ പേപ്പറുണ്ട്, ടിഷ്യൂ പേപ്പർ വെയിറ്റിൻ്റെ മണ്ടൊക്കെ ഇട്ടിട്ട് വെച്ചാൽ മതി. അപ്പോൾ എണ്ണ പെട്ടെന്ന് വലിയും. കണ്ടോ, അപ്പോൾ അടിപൊളി ഒരു കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇത് കുക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം